ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺസി. ഇറ്റ്സ് മീ ജൂലിയ. മറ്റൊരു എയർ ഡ്രോപ്പ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് അലോറ ടെസ്റ്റ്നെറ്റ് എയർ ഡ്രോപ്പാണ്. അലോറ എന്നത് ഒരു AI ഓപ്പൺ സോഴ്സ് പെർമിഷൻലെസ് സ്മാർട്ട് പ്രിപ്പറൈസ് ആണ്. പോളിചെയിൻ ക്യാപിറ്റൽ, ഡൽഹി വെഞ്ചേഴ്സ്, ബ്ലോക്ക് ചെയിൻ ക്യാപിറ്റൽ, ആർക്കിടൈപ്പ് വെഞ്ചേഴ്സ് ഇവരൊക്കെയാണ് ഇതിൻ്റെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണണ്ടേ? വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു എയർ ഡ്രോപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ലിങ്ക്സും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, ചെക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അലോറ ടെസ്റ്റ്നെറ്റ് കെപ്ലർ വാലറ്റിലേക്ക് ആഡ് ചെയ്യണം. അതിന് ആഡ് അലോറ ടെസ്റ്റ്നെറ്റ് ടു കെപ്ലർ വാലറ്റ് എന്ന ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കെപ്ലറിൻ്റെ ആ ഒരു പേജിലോട്ട് പോകും. ദെൻ നിങ്ങളുടെ പാസ്വേഡ് എടുക്കുക, അൺലോക്ക് ചെയ്യുക, അപ്രൂവ് കൊടുക്കുക. ഓക്കെ, ഇനി ഫോസറ്റിൽ നിന്നും കുറച്ച് അലോറ ടെസ്റ്റ്നെറ്റ് ടോക്കൺസ് ക്ലെയിം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് കെപ്ലർ ഓപ്പൺ ചെയ്യുക. ഞാൻ ഇവിടെ കെപ്ലർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, എക്സ്റ്റൻഷനിൽ വന്നിട്ട് കെപ്ലർ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അലോറ ടെസ്റ്റ്നെറ്റിൻ്റെ റിസീവ് അഡ്രസ്സ് എടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് മാനേജ് ക്ലെയിം വിസിബിലിറ്റി എടുക്കുക. ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് ലിസ്റ്റിലുണ്ടോ എന്ന് നോക്കുക. ലിസ്റ്റിലില്ലെങ്കിൽ നിങ്ങൾ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ആ സെർച്ച് ബോക്സിൽ അലോറ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ലിസ്റ്റ് കിട്ടും. ഓക്കെ, ഇപ്പോൾ ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ കെപ്ലർ എടുക്കുക. ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് അലോറ എടുക്കുക. അത് ALLO കണ്ടോ, അലോറ എടുക്കുക. അതിൻ്റെ ആ ഒരു അഡ്രസ്സ്, റിസീവ് അഡ്രസ്സ് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. അലോറയുടെ ആ ഒരു സൈറ്റിലേക്ക് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഇനിയിപ്പോൾ റിക്വസ്റ്റ് ടോക്കൺ കൊടുക്കുക. അത് 1-2 വട്ടമൊക്കെ ഫെയിൽഡ് എന്ന് ചിലപ്പോൾ കാണിക്കും, അത് കുഴപ്പമില്ല. റിക്വസ്റ്റ് കൊടുക്കുക പിന്നെയും. ഇപ്പം സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, റിക്വസ്റ്റ് സക്സസ് ആയിട്ടുണ്ട്. ഇനി അലോറ ടെസ്റ്റ്നെറ്റിൻ്റെ സൈറ്റിൽ ചെന്ന് കെപ്ലർ വാലറ്റ് കണക്ട് ചെയ്യണം. അപ്പം ഞാൻ ഇവിടെ ആ സൈറ്റിൽ ചെന്നിട്ടുണ്ട്. എന്നിട്ട് ആ സൈഡിലായിട്ട് കണക്ട് എന്ന് പറഞ്ഞ് റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഒരു ഗ്രീൻ കളറിൽ കണ്ടോ, കണക്ട് എന്ന് പറഞ്ഞ് ഓപ്ഷനുണ്ട്. കണക്ട് വാലറ്റ് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് കോയിൻസ്, ടെസ്റ്റ്നെറ്റ് ടോക്കൺസ് ഡെലിഗേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനൊരു 1000 അല്ലെങ്കിൽ 10,000 എന്തെങ്കിലും അവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഡെലിഗേറ്റ് ചെയ്യുക. ഓക്കെ, ഡെലിഗേറ്റ് ആവുന്നുണ്ട്. പ്രോസസ്സിംഗ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പ്രോസസ്സിംഗ് ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ 1-2 വാലിഡേറ്റേഴ്സ് നമ്മൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇത് അവിടെ ഓരോ വാലിഡേറ്റേഴ്സിൻ്റെ ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. ആ ലിസ്റ്റിൽ ഓരോ വാലിഡേറ്റേഴ്സിനും ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. ഇനി നമുക്ക് കുറച്ച് ടോക്കൺസ് സ്റ്റേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ സ്റ്റേക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഡാഷ്ബോർഡിൻ്റെ താഴെയായിട്ട് സ്റ്റേക്ക് കിടപ്പുണ്ട്, സ്റ്റേക്ക് കൊടുക്കുക. ദെൻ അവിടെ ബിവെയർ ലാബ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടപ്പുണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതെ, ബിവെയർ ലാബ്സ്. ഓക്കെ, ഇനി ഇവിടെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് അടിച്ചു കൊടുക്കുക. 1000 അല്ലെങ്കിൽ 10,000. ഞാൻ 10,000 കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇതും പ്രോസസ്സിങ് ആവുന്നുണ്ട്. ഓക്കെ, ബിവെയർ ലാബ്സ് തന്നെ കൊടുക്കണമെന്നില്ല, ഏതെങ്കിലും കൊടുത്തിരുന്നാൽ മതി. ഞാൻ ജസ്റ്റ് ആദ്യം കിടക്കുന്നതായതുകൊണ്ടൊന്നും കൊടുത്തന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ അതിനെ ഡെലിഗേറ്റ് ചെയ്യാൻ കൊടുക്കുക. അങ്ങനെ 2-3 വാലിഡേറ്റേഴ്സിൻ്റെ ഡെലിഗേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ടോക്കൺസ് മറ്റൊരു അക്കൗണ്ടിലേക്ക് അയക്കേണ്ടതായിട്ടുണ്ട്. അതിന് വാലറ്റ് അഡ്രസ്സ് ആവശ്യമാണ് അയക്കണമെങ്കിൽ. ഞാൻ എൻ്റെ തന്നെ മറ്റൊരു അക്കൗണ്ട് എടുത്തിട്ടാണ് അയക്കുന്നത്. ഇവിടെ കെപ്ലറിൽ നിന്ന് മറ്റൊരു അക്കൗണ്ട് എടുത്തിട്ട് അക്കൗണ്ടിൻ്റെ വാലറ്റ് അഡ്രസ്സ് എടുത്തിട്ട് ഇത് ഇവിടെ കൊണ്ട് കൊടുക്കുകയാണ്. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. വാലറ്റ് അഡ്രസ്സും എമൗണ്ടും ഞാൻ കൊടുത്തിട്ടുണ്ട്. എമൗണ്ട് 1000 ആണ് കൊടുക്കുന്നത്. എന്നിട്ട് സെൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ വേറെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ, വാലറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഡ്രസ്സ് എടുത്തിരുന്നാൽ മതി. അതല്ല എങ്കിൽ എൻ്റെ ഒരു വാലറ്റ് അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതിലേക്ക് അയച്ചിരുന്നാലും മതി. ഓക്കെ, ഇവിടെ പ്രോസസ്സിങ് ആവുന്നുണ്ട്. ഓക്കെ, പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗാലക്സിൻ്റെ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. അതിനായിട്ട് ഫോളോ ഓൺ ട്വിറ്റർ, പിന്നെ എന്താണ് ഡിസ്കോർഡ് ജോയിനിങ്, ടെലിഗ്രാം ജോയിനിങ്, ഇതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക.
അപ്പോൾ നിങ്ങൾ ഓരോന്നും കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ആ ഒരു പേജിലോട്ട് പൊക്കോളും. മെറ്റാമാസ്കിൻ്റെ പേജ് ഓപ്പൺ ആവുകയും പോളിഗൺ മെയിൻ നെറ്റിലേക്ക് ആഡ് ചെയ്യാൻ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങളങ്ങ് കൊടുത്തിരുന്നാൽ മതി, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുക, ടെലിഗ്രാമിലും ജോയിൻ ചെയ്യുക ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ക്ലെയിം പോയിൻറ്റ്സ് കൊടുക്കുക, അപ്രൂവ് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, പോയിൻറ്റ്സ് ക്ലെയിം ആയിട്ടുണ്ട്. ഈ എയർ ഡ്രോപ്പ് ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ബൈ ഗൈസ്.